ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ തോരൻ റെസിപ്പി ആയിട്ടാണ്. ചീരയും പരിപ്പും വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെയും തോരൻ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് പച്ച ചീര പരിപ്പ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 2-3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ച ചീര ചേർത്ത് കൊടുക്കാം. ഇത് 2.5 കപ്പ് പച്ച ചീര കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ചീര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ചീരയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചീരയിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 5 ചുവന്നുള്ളിയും 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അങ്ങനെ ചീരയും തേങ്ങ ചതച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചീര നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. തേങ്ങയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുകയും വേണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ആവശ്യമെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം, കറക്റ്റ് പാകാണോ എന്ന് നോക്കാം. ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചെടുത്തതാണ്, ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചെടുത്ത പരിപ്പാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ 1/4 കപ്പോ അതിൻ്റെ മുകളിലോ പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പച്ച ചീര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടി എന്നെ അറിയിക്കുകയും വേണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്